ഇന്ത്യയിൽ ഒരുപാട് പ്രൈവറ്റ് അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളിലായിട്ട് നമുക്കറിയാം. നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ബാങ്കുകളെയും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പല തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അന്വേഷിക്കുന്നതാണ് ഏത് ബാങ്കിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം. അപ്പോൾ അതിൽ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണലൈസ്ഡ് ബാങ്ക് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണലൈസ്ഡ് ബാങ്ക് ICICI ആണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ 1955 അന്നത്തെ ഗവൺമെന്റ് ആയിട്ടുള്ള നെഹ്റു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആദ്യത്തെ ബാങ്കാണ് ICICI. അത് ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെന്റ് ആണ്. അവർക്കുള്ള ഫിനാൻസിങ്ങിനായിട്ടാണ് ICICI എന്നുള്ള ഒരു വിങ് നമ്മൾ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വേൾഡ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ആയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വരും വർഷങ്ങളിൽ വളരെ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുകയും അതേപോലെ തന്നെ പല ഡൈവേഴ്സിഫിക്കേഷൻസും വരുത്തിയിട്ട് പലതരത്തിലുള്ള ബ്രാഞ്ചുകളും ഒക്കെ ഏകദേശം ഇന്ന് ഇന്ത്യയിൽ 5000-ഓളം ബ്രാഞ്ചുകളാണ് ICICIക്ക് ഉള്ളത്. അതേപോലെ തന്നെ അന്ന് ഹൗസിങ്ങിനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്നുള്ള പേരിൽ HDFC ബാങ്ക് എല്ലാം. 1994 ICICI എന്ന് പറയുന്ന ബാങ്ക് പ്രൈവറ്റൈസേഷനിലേക്ക് അതിനായിട്ടുള്ള മൻമോഹൻ സിംഗ് അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ്, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ളത് പ്രൈവറ്റൈസേഷൻ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നതാണ്. അപ്പൊ ആ ഒരു സമയത്ത് ICICI ആണ് അതിനും ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മുടെ ഈ ഗവൺമെന്റ് സെക്ടർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് പ്രൈവറ്റൈസേഷനിലേക്ക് പോകുന്നത്. നെറ്റ് ബാങ്കിങ്ങും ഡിജിറ്റൽ ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ് ഒക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ICICI ബാങ്കാണ്. കൂടാതെ ICICI പ്രുഡൻഷ്യൽ എന്നുള്ള രീതിയിൽ ICICI വന്നിട്ടുള്ള വേറൊരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല. അവിടെയും വളരെ നല്ല രീതിയിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു പോളിസി ഹോൾഡർക്ക് അതിന്റെ റിട്ടേൺസ് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ 99.34% കഴിഞ്ഞ വർഷത്തെ അവരുടെ റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ബാങ്കാണ് ഇന്ത്യയിൽ ICICI ബാങ്ക് എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യയുടെ ബാങ്കിങ് മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കാണ് ICICI കൈവരിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏവർക്കും വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ നമുക്കുണ്ടാവും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ നമുക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകളൊക്കെ എടുത്ത് നമുക്കതിന് വ്യക്തമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് വരുത്തി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാങ്ക് തന്നെയാണ് ICICI എന്നത്.